കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം ഫെബ്രുവരി ആദ്യം സമർപ്പിക്കും. 2023 നവംബറിലാണ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത്. 30ഓളം പേർ കൂടി പ്രതിപട്ടികയിൽ പുതുതായി ഉൾപ്പെട്ടിട്ടുണ്ട്. കേസിൽ 10.48 കോടി രൂപയുടെ സ്വത്തുവകകൾ കൂടി ഇഡി കണ്ടുകെട്ടിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ, എന്താണ് മറ്റു വിവരങ്ങൾ? കരുവന്നൂർ ബാങ്കിൽ നിന്ന് വൻ തുകകൾ വായ്പയെടുത്ത ശേഷം തിരിച്ചടവില്ലാതെ ബാങ്കിനെ കബളിപ്പിച്ചവരാണ് ഇപ്പോൾ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ഉണ്ടാവുക. ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച് ഒരു വർഷത്തിലധികം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഒരു വർഷവും 2 മാസവും പിന്നിട്ട് 3 മാസത്തോളം ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അന്വേഷണം വിശദമായി പൂർത്തിയാക്കുക, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കലുകൾ എല്ലാം തന്നെ പൂർത്തിയാക്കാനുണ്ടായ ഒരു കാലതാമസം തന്നെയായിരുന്നു രണ്ടാം ഘട്ട കുറ്റപത്രം വൈകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ നവംബറിൽ കുറ്റപത്രം 2024 നവംബറിൽ രണ്ടാം ഘട്ട കുറ്റപത്രവും സമർപ്പിക്കുമെന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം അറിയിച്ചിരുന്നത്. 2023 നവംബറിലാണ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത്. അതിൽ 55 പ്രതികളാണ്, 50 വ്യക്തികളും 5 സ്ഥാപനങ്ങളും അടക്കം 55 പ്രതികളാണ് ഉണ്ടായിരുന്നത്. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ നേരിട്ട് ലോണ് എടുക്കുകയും അവിടെ നിന്ന് വായ്പകൾ എടുക്കുകയും CPM-ന്റെ ഭരണസമിതിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സഹായത്തോടു കൂടി വായ്പകൾ എടുക്കുകയും എന്നാൽ ബാങ്കിനെ കബളിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ തിരിച്ചടവ് മുടക്കുകയും ആ പണം മറ്റ് പലരുടെയും പേരുകളിൽ, ബിനാമി പേരുകളിൽ അടക്കം നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ രണ്ടാം ഘട്ട കുറ്റപത്രത്തിലേക്ക് ഉൾപ്പെടുന്നത്. ഇവരുടെ സ്വത്തുവകകളാണ് കഴിഞ്ഞ ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും ചെയ്തത്. ഏതാണ്ട് 10.48 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ ഇഡി കണ്ടുകെട്ടിയിരുന്നു. ആകെ 128 കോടി രൂപയുടെ സ്വത്തുവകകളാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡി ഇതുവരെ കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെയാണ് ഈ കണ്ടുകെട്ടൽ നടപടികൾ ഏതാണ്ട് അന്വേഷണ സംഘം പൂർത്തിയാക്കി കഴിഞ്ഞു. തുടർന്നാണ് ഇപ്പോൾ രണ്ടാം ഘട്ട കുറ്റപത്രം കൂടി സമർപ്പിക്കുന്നത്. ശരി, ജിജീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.